ജീവൻ കൊടുത്തും വിശ്വാസത്തിനു വേണ്ടി നിലകൊണ്ടവരാൽ സമ്പന്നമാണ് ക്രൈസ്തവ സഭ. സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഭരണാധികാരികൾക്ക് മുമ്പിൽ തങ്ങളുടെ വിശ്വാസത്തെ ധീരതയോടെ ഏറ്റുപറഞ്ഞ് ക്രൂരമായ മർദ്ദനങ്ങൾക്ക് തങ്ങളുടെ ശരീരങ്ങളെ വിട്ടുകൊടുത്തവർ ഏറെയാണ്. യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന വിശ്വാസത്തിന്റെ ദീപം കെടാതെ സൂക്ഷിച്ച് തലമുറകൾക്ക് കൈമാറിയ വിശുദ്ധർ നമ്മെ പ്രചോദിപ്പിക്കുന്ന വിശ്വാസ മാതൃകകളാണ്. അവരിൽ സഭയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ വണങ്ങുകയും മധ്യസ്ഥത തേടുകയും ചെയ്യുന്ന വിശുദ്ധരിൽ പ്രമുഖനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. ആ വിശുദ്ധന്റെ ഓർമ്മകളിലൂടെ ഒരു തീർത്ഥാടനത്തിനൊരുങ്ങുകയാണ് അന്നീ നാളിന്റെ ഈ എപ്പിസോഡിലൂടെ. മരത്തോട് ചേർത്ത് ബന്ധനസ്ഥനായ സുമുഖനായ ഒരു യുവാവിന്റെ ചിത്രം. ശരീരം നിറയെ അമ്പുകൾ തറയ്ക്കപ്പെട്ടിരിക്കുന്നു. അമ്പുകളേറ്റ് രക്തം കിനിഞ്ഞിറങ്ങിയ ആ ശരീരം മൃതപ്രായമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും തിരിച്ചറിയാം. പക്ഷേ ആ മുഖത്ത് മരണവെപ്രാളമോ തളർച്ചയോ ഇല്ല. മരണത്തോട് മുഖാമുഖം നിൽക്കുമ്പോഴും സൗമ്യവും ദീപ്തവുമാണ് മുഖഭാവം. അടർക്കളത്തിൽ പോരാടി മരിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരു സൈനികന്റെ ധീരത ആ ചിത്രത്തിൽ നിന്ന് തിരിച്ചറിയാം. വിശുദ്ധഗണത്തിൽ ചേർക്കപ്പെട്ട സെബസ്ത്യാനോസിന്റെ ഏറ്റവും സുപരിചിതമായ ആ ചിത്രത്തിൽ നിന്ന് തന്നെ ആ വിശുദ്ധന്റെ ജീവിതത്തെ നമുക്ക് വായിച്ചെടുക്കാം. ഫ്രാൻസിലെ നർബോൺ എന്ന പട്ടണത്തിലെ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു സെബാസ്റ്റ്യന്റെ ജനനം. ബാല്യകാലത്ത് തന്നെ അസാമാന്യ ധീരത പ്രകടിപ്പിച്ചിരുന്ന സെബാസ്റ്റ്യൻ ഒരു സൈനികനാകാൻ ആഗ്രഹിച്ചിരുന്നു. മാതാപിതാക്കൾ ക്രിസ്തീയ വിശ്വാസികളായിരുന്നതിനാൽ യൗവനാരംഭത്തിൽ തന്നെ സെബാസ്റ്റ്യനും ആ വിശ്വാസത്തിന്റെ പാതയിലൂടെ കടന്നുപോയി. സൈനികനാകാനുള്ള ആഗ്രഹം തീവ്രമായതോടെ സെബാസ്റ്റ്യൻ റോമിലേക്ക് പോയി. ഒരു സൈനികന് വേണ്ടതായ ആകാരവും മനോധൈര്യവും പ്രകടമായിരുന്നതിനാൽ സെബാസ്റ്റ്യന് റോമൻ സൈന്യത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു. റോമൻ ജനത അക്കാലത്ത് അനേകം ദേവീദേവന്മാരെ ആരാധിക്കുന്ന ജനതകളുടെ സമൂഹമായിരുന്നു. ജൂപ്പിറ്റർ ദേവന്റെ പിൻഗാമികളെന്ന് റോമൻ ചക്രവർത്തിമാർ അവകാശപ്പെട്ടിരുന്നതിനാൽ ചക്രവർത്തിയെ തന്നെ ആരാധിക്കുന്നതും പതിവായിരുന്നു. പട്ടാളക്കാർ ചക്രവർത്തിയെ ആരാധിക്കണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. ഈ കാരണങ്ങളാൽ സെബാസ്റ്റ്യൻ തന്റെ ക്രിസ്തീയ വിശ്വാസം രഹസ്യമാക്കി വെച്ചുകൊണ്ടാണ് സൈന്യത്തിൽ തുടർന്നത്. ജൂതന്മാരുമായി റോമിലെ സമ്പന്നവർഗത്തിന് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നതിനാൽ യഹൂദമതം റോമിൽ അംഗീകരിക്കപ്പെട്ടിരുന്നു. യഹൂദർക്ക് ക്രിസ്തീയ വിശ്വാസത്തോടുള്ള എതിർപ്പ് മനസ്സിലാക്കി റോമൻ ഭരണകൂടവും ക്രിസ്ത്യാനികളെ ദുരാചാരക്കാരായി മുദ്രകുത്തിയിരുന്ന കാലഘട്ടത്തിലാണ് സെബാസ്റ്റ്യൻ റോമൻ പട്ടാളത്തിലെത്തുന്നത്. റോമൻ സൈനികനായിരിക്കെ രക്തസാക്ഷിയാകേണ്ടി വന്ന സെബസ്ത്യാനോസിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ കുറച്ച് വിവരണങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. റോമൻ ചക്രവർത്തിമാരുടെ അപദാനങ്ങൾ മാത്രം എഴുതപ്പെട്ടിരുന്ന ആ കാലത്ത് ചരിത്രകാരന്മാർ എഴുതാതെ പോയ സെബസ്ത്യാനോസിന്റെ ജീവചരിത്രത്തിന്റെ പല ഏടുകളും നമുക്ക് ലഭിച്ചിട്ടുള്ളത് സഭയിൽ വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ടു പോയവർ കൈമാറിയ വിശ്വാസ പാരമ്പര്യങ്ങളിൽ നിന്നാണ്. കാറസ് ചക്രവർത്തി റോമിൽ ഭരണം നടത്തുന്ന കാലത്ത് AD 283 സെബാസ്റ്റ്യൻ സൈനികനായി ചേരുന്നത്. ശത്രുക്കളോട് പോരാടുമ്പോൾ അസാമാന്യ ധൈര്യം പ്രകടിപ്പിച്ചിരുന്ന സെബാസ്റ്റ്യൻ വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു. കാറസ് ചക്രവർത്തിയുടെ റോമൻ കുതിരപ്പടയുടെ കമാൻഡർമാരായിരുന്നു ഡയോക്ലെഷ്യനും മാക്സിമിയനും. ഇവരുടെ കീഴിലുള്ള പ്രിട്ടോറിയൻ ഗാർഡുകളുടെ ക്യാപ്റ്റന്മാരിൽ ഒരാളായി സെബാസ്റ്റ്യൻ നിയമിക്കപ്പെട്ടു. AD 284 ഡയോക്ലീഷ്യൻ റോമൻ ചക്രവർത്തിയായി സ്വയം അവരോധിച്ചു. ഡാൽമേഷ്യയിൽ താഴ്ന്ന പദവിയിലുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഡയോക്ലിഷ്യൻ സൈന്യത്തിന്റെ വിവിധ പദവികൾ വഹിച്ച് റോമൻ കുതിരപ്പടയുടെ കമാൻഡറാവുകയായിരുന്നു. കാരസ് ചക്രവർത്തിയും മകൾ ന്യൂമെറിയനും പേർഷ്യ കീഴടക്കാൻ നടത്തിയ ശ്രമത്തിൽ വധിക്കപ്പെട്ടതോടെ ഡയോക്ലീഷ്യസ് ചക്രവർത്തിയായി അവരോധിക്കുകയായിരുന്നു. കാരസിന്റെ മകൻ കാരനസ് ഈ പദവി അവകാശപ്പെട്ടെങ്കിലും മർഗസിൽ നടന്ന യുദ്ധത്തിൽ ഡയോക്ലെഷ്യൻ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി ചക്രവർത്തി പദം നിലനിർത്തി. AD 284 മുതൽ 305 വരെ ചക്രവർത്തി പദത്തിലിരുന്ന ഡയോക്ലീഷ്യസിന്റെ കാലം അതിക്രൂരമായ ക്രിസ്തീയ പീഡനത്തിന്റെ കാലഘട്ടം കൂടിയായിരുന്നു. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തീയ വിശ്വാസികൾക്ക് നേരെ റോമയിൽ പീഡനങ്ങളും എതിർപ്പുകളും സർവ്വസാധാരണമായിരുന്നു എന്നും ആ പീഡനങ്ങളെ അതിജീവിച്ചാണ് ക്രിസ്തുമത വിശ്വാസം
ലോകമെങ്ങും എത്തിപ്പെട്ടതെന്നും നമുക്കറിയാം. ഈ നാളുകളിലെ രക്തസാക്ഷികൾ കാട്ടിയ അസാമാന്യ ധീരത എതിരാളികളുടെ പോലും മനമാറ്റത്തിന് ഇടയാക്കി. അത്തരത്തിൽ റോമൻ സൈനികർക്കിടയിൽ വിശ്വാസം വേരുപിടിക്കാൻ ഇടയാക്കിയത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രക്തസാക്ഷിത്വമാണ്. AD 64 റോമിലുണ്ടായ മഹാ അഗ്നിബാധയ്ക്ക് കാരണം ക്രിസ്ത്യാനികളാണെന്ന് നീറോ ചക്രവർത്തി ആരോപിച്ചു. ക്രിസ്തുമതത്തിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട ജൂതരുടെ വിദ്വേഷ പ്രചരണവും കൂടിയായതോടെ പരസ്യമായി വിശ്വാസം പ്രഖ്യാപിച്ചവരൊക്കെ പീഡിപ്പിക്കപ്പെട്ടു. ചിലരെ തടവറകളിൽ തള്ളി, ചിലരെ അതിക്രൂരമായ രീതികളിൽ വധിച്ചു. ക്രിസ്തുമത അനുയായികൾ നിരീശ്വരവാദികളും അന്ധവിശ്വാസികളുമാണെന്ന ജൂതരുടെ പ്രചരണത്തോടെ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ റോമൻ ഭരണകൂടം നിശബ്ദമായി അനുവാദം നൽകിയിരുന്നു. നീറോയ്ക്ക് ശേഷം വന്ന ചക്രവർത്തിമാരെല്ലാം ക്രിസ്തീയ പീഡനം തുടർന്നു. ഡയോക്ലീഷ്യന്റെ കാലത്ത് ഇത് കൂടുതൽ രൂക്ഷമായി. അക്കാലത്താണ് സെബാസ്റ്റ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദർശനം അദ്ദേഹത്തിനുണ്ടാകുന്നത്. പടയാളികളെ യുദ്ധത്തിന് പരിശീലിപ്പിക്കുന്നതിനിടെയായിരുന്നു ആ ദർശനം. അമ്പും വില്ലും ഉപയോഗിച്ചുള്ള യുദ്ധമുറയിൽ പരിശീലനം നൽകുകയായിരുന്നു സെബാസ്റ്റ്യൻ. വിദൂരത്തുള്ള ലക്ഷ്യസ്ഥാനം അമ്പെയ്ത് ഭേദിക്കുന്നതിനിടെ യേശുവിന്റെ സാന്നിധ്യം അവിടെയുള്ളതായി സെബാസ്റ്റ്യന് തോന്നി. ലക്ഷ്യം ഭേദിക്കാനുള്ള ശ്രമത്തിനിടെ വിദൂരത്ത് യേശു നിൽക്കുന്നതായി പലതവണ സെബാസ്റ്റ്യൻ കണ്ടു. അവന്റെ മനസ്സ് ആകെ അസ്വസ്ഥമായി. ക്രിസ്തീയ വിശ്വാസം രഹസ്യമാക്കി വെച്ചിരുന്നതിനാൽ ഇക്കാര്യങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയാനും സെബാസ്റ്റ്യന് കഴിഞ്ഞില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ യുദ്ധമുറകൾ പരിശീലിപ്പിക്കുന്നതിൽ കാര്യമായി ശ്രദ്ധിക്കാൻ ആ യുവസൈനികന് കഴിഞ്ഞില്ല. പട്ടാളത്തിലെ പ്രധാനപ്പെട്ട ഒരു പദവി ലഭിച്ചതിനു ശേഷം തന്റെ മതവിശ്വാസത്തെക്കുറിച്ച് അധികം ഉത്കണ്ഠകൾ ഒന്നുമില്ലാതിരുന്ന സെബാസ്റ്റ്യന്റെ ജീവിതത്തെ ആ ദർശനം മാറ്റിമറിച്ചു. റോമൻ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികൾ നേരിടുന്ന പീഡനങ്ങൾ ഏറെ വലുതാണെന്ന് അവന് മനസ്സിലായി. പീഡനങ്ങൾക്ക് ഇരയാകുന്നവരെ ആശ്വസിപ്പിക്കേണ്ടത് തന്റെ കടമയാണെന്ന് തിരിച്ചറിഞ്ഞ സെബാസ്റ്റ്യൻ അതിനായി ഇറങ്ങി തിരിച്ചു. ക്രിസ്തീയ വിശ്വാസം തള്ളിപ്പറയാത്തതിനാൽ ജയിലിൽ അടയ്ക്കപ്പെട്ടവരെ സന്ദർശിക്കാനും ആശ്വസിപ്പിക്കാനും സെബാസ്റ്റ്യൻ തയ്യാറായി. പ്രിട്ടോറിയൻ ഗാർഡുകളുടെ ക്യാപ്റ്റനായിരുന്നതിനാൽ അവന് തടവറകൾ സന്ദർശിക്കുക എളുപ്പമായിരുന്നു. ഇത്തരം സന്ദർശനത്തിലൂടെ തടവറയിൽ കഴിയുന്നവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ സെബാസ്റ്റ്യന് കഴിഞ്ഞു. ജയിൽ ഉദ്യോഗസ്ഥനായ നിക്കോസ്ട്രാറ്റസിന്റെ ഭാര്യ സോ 6 വർഷത്തോളം സംസാരശേഷി നഷ്ടപ്പെട്ട് കഴിയുകയായിരുന്നു. സെബാസ്റ്റ്യന്റെ പ്രേരണയാൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ താൽപ്പര്യപ്പെട്ട സോയ്ക്ക് സംസാരശേഷി തിരികെ ലഭിച്ചു. ഇത് നിക്കോസ്ട്രാറ്റസിന്റെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമായി. കൂടുതൽ തടവുകാരോട് സംസാരിക്കാൻ അയാൾ സെബാസ്റ്റ്യനെ അനുവദിച്ചു. അങ്ങനെ 16 തടവുകാർ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കാൻ ഇടയായി. വിശ്വാസം പരസ്യമായി പ്രഖ്യാപിച്ച മാർക്കസിനും മാർസെലിയനും പിന്നാലെ നിക്കോസ്ട്രാറ്റസ്, സോ, ടിബർട്ടിയസ് എന്നിവരും പിന്നീട് രക്തസാക്ഷിത്വം വരിച്ചു. റോമൻ പട്ടാളക്കാരനായി ക്രിസ്തീയ പീഡനം കണ്ടുകൊണ്ടിരിക്കുക തനിക്ക് സാധ്യമല്ലെന്ന് സെബാസ്റ്റ്യന് മനസ്സിലായി. രഹസ്യമായി കൊണ്ടു നടന്ന തന്റെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം സെബാസ്റ്റ്യന്റെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് വന്നു ചേർന്നു. റോമൻ സൈന്യത്തിലെ ജോലി ആരെയും വശീകരിക്കുന്ന ഒന്നായിരുന്നുവെന്ന് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആർഭാടപൂർവം ജീവിക്കാനുള്ള അവസരമാണത്. പട്ടാളക്കാരന് രാജ്യത്തെമ്പാടും വലിയ പരിഗണന കിട്ടിയിരുന്നു. പോരാത്തതിന് സുഖലോലുപതയിൽ മതിമയങ്ങാവുന്ന ജീവിതവും. ഇതെല്ലാം ഉപേക്ഷിച്ച് പീഡനങ്ങളുടെ ഒരു ലോകത്തേക്ക് പോകാൻ ആരും ആഗ്രഹിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് സെബസ്ത്യാനോസ് അതെല്ലാം വലിച്ചെറിഞ്ഞ് ക്രിസ്തുവിനെ പിൻപറ്റാൻ തീരുമാനിക്കുന്നത്. AD 286 ആ സംഭവം അരങ്ങേറുന്നത്. ഡയോക്ലീഷ്യൻ ചക്രവർത്തി പദം സ്വന്തമാക്കിയതിനു പിന്നാലെ ക്രിസ്ത്യാനികൾക്കെതിരെ ക്രൂരപീഡനങ്ങൾ അഴിച്ചുവിട്ടു. സാധാരണക്കാരും ഉന്നത പദവികൾ വഹിച്ചിരുന്നവരുമൊക്കെ മാനസാന്തരപ്പെടുകയും ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്യുന്ന അവസരമായിരുന്നു അത്. സുവിശേഷം തീ പോലെ പടർന്ന ആ നാളുകളിൽ വിശ്വാസികൾക്കെതിരെ എതിർപ്പുകളും ശക്തമായി. വിശ്വാസ തീഷ്ണത നിറഞ്ഞവർ പീഡനങ്ങളെ സമചിത്തതയോടെ നേരിട്ടു. ക്രിസ്തീയ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുന്നവരെ പീഡനത്തിന് വിധേയമാക്കുന്നതിന് ഒരിക്കൽ സെബാസ്റ്റ്യനും സാക്ഷിയാകേണ്ടി വന്നു. പണവും പദവികളും വാഗ്ദാനം ചെയ്തിട്ടും ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ തയ്യാറാകാതിരുന്നവരെ അവൻ അവിടെ കണ്ടു. ഒന്നിനും വഴങ്ങാത്തവരെ ചങ്ങലകളിൽ ബന്ധിച്ച് പീഡിപ്പിക്കുന്നു. മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് മക്കളെ ചാട്ടവാറുകൾ കൊണ്ടടിക്കുന്നു. ചിലരെ അഗ്നികുണ്ഡത്തിന് മീതെ നടക്കാൻ നിർബന്ധിക്കുന്നു.
ആ ക്രൂരതകളുടെ മുന്നിൽ പതറാതെ നിൽക്കുന്ന വിശ്വാസികൾ അവനെ അത്ഭുതപ്പെടുത്തി. ഏറെ നേരം നിശബ്ദനായി നിൽക്കാൻ സെബാസ്റ്റ്യനായില്ല. പീഡനത്തിന് വിധേയനാകാൻ വിധിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് വേണ്ടി ശിക്ഷ ഏറ്റുവാങ്ങുവാൻ അവൻ തയ്യാറായി. അയാൾക്ക് പകരം തീക്കുണ്ടത്തിനുമേൽ നടക്കാൻ അവൻ മുന്നോട്ട് വന്നു. റോമൻ അധികാരികൾ പരിഭ്രമിച്ചുപോയി. അവർ കൂട്ടത്തോടെ അവനെ പരിഹസിച്ചെങ്കിലും സെബാസ്റ്റ്യൻ പിന്മാറുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് തന്റെ മേൽ പകരപ്പെടുന്നതുപോലെ അവന് തോന്നി. അടുത്ത നിമിഷം തീക്കുണ്ടങ്ങൾക്ക് നടുവിലൂടെ കൊഴിഞ്ഞു വീഴുന്ന പൂക്കൾക്ക് മുകളിലൂടെ എന്ന വണ്ണം അവൻ നടന്നു. ക്രിസ്തുവിലുള്ള തന്റെ വിശ്വാസം പരസ്യമായി വെളിപ്പെടുത്തിക്കൊണ്ട് സെബാസ്റ്റ്യൻ ദുരിതമനുഭവിക്കുന്ന തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചു. സെബാസ്റ്റ്യൻ തന്റെ ക്രിസ്തീയ വിശ്വാസം പരസ്യമായി പ്രകടിപ്പിച്ചെങ്കിലും പ്രാദേശിക അധികാരികളും പട്ടാളത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും അത് ഗൗരവമായി എടുത്തില്ല. സെബാസ്റ്റ്യനെ പോലെ ധീരനായ ഒരു യുവ സൈനികനെ നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറായിരുന്നില്ല എന്നതാണ് സത്യം. സെബാസ്റ്റ്യന്റെ മനമാറ്റത്തിനായി സഹപ്രവർത്തകരും ശ്രമങ്ങൾ ആരംഭിച്ചു. ജോലിഭാരം താങ്ങാനാവാതെ വരുമ്പോൾ പട്ടാള ഉദ്യോഗസ്ഥരും പ്രഭുക്കന്മാരുമൊക്കെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. മദ്യവും ലഹരിപാനീയങ്ങളും ലോകത്തിന്റെ വെറിക്കൂത്തുകളും നിറഞ്ഞ ആഘോഷരാത്രികൾ. ചിലപ്പോഴെല്ലാം ഈ ആഘോഷങ്ങൾ ദിവസങ്ങളോളം നീളാറുണ്ട്. സെബാസ്റ്റ്യനെ ഇഷ്ടപ്പെട്ടിരുന്ന സുഹൃത്തുക്കൾ അവനുവേണ്ടി അത്തരമൊരു ആഘോഷം സംഘടിപ്പിച്ചു. അവന്റെ മനസ്സ് മാറ്റിയെടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ ജ്വലിച്ച സെബാസ്റ്റ്യന് ഒരു നിമിഷം പോലും തിന്മയുടെ ആ ലോകത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. ആ ആഘോഷവേദി തീക്കുണ്ടത്തിന് സമാനമായാണ് അവൻ അനുഭവപ്പെട്ടത്. അവൻ അവിടെ നിന്നും മടങ്ങി. തന്റെ സഹോദരങ്ങളായ വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ റോമൻ സൈന്യത്തിൽ അധികനാൾ തുടരാൻ കഴിയില്ലെന്ന് സെബാസ്റ്റ്യനും ഉറപ്പായിരുന്നു. സെബാസ്റ്റ്യൻ ക്രിസ്തീയ വിശ്വാസിയാണെന്ന വിവരം ചക്രവർത്തിയുടെ അടുത്തെത്തി. വിശ്വാസവഞ്ചന പൊറുക്കാൻ കഴിയാത്ത കുറ്റമായിരുന്നു അന്ന് റോമിൽ. സെബാസ്റ്റ്യനെ പിടിച്ചുകെട്ടി അമ്പെയ്ത് കൊല്ലാൻ ഡയോക്ലീഷ്യൻ വിധിച്ചു. ഒരു കൂട്ടം റോമൻ പടയാളികൾ അവനെ ബന്ധനസ്ഥനാക്കി. പട്ടണത്തിൽ നിന്നും വിദൂരമായ ഒരു ദേശത്തേക്ക് അവനെ കൊണ്ടുപോയി. ചക്രവർത്തിക്കെതിരെ കുറ്റം ചെയ്യുന്നവർക്കുള്ള ശിക്ഷ നടപ്പാക്കാൻ എത്തിക്കുന്ന ആ പ്രദേശത്ത് ജനവാസം കുറവായിരുന്നു. പടയാളികൾ അവനെ ഒരു മരത്തിൽ ബന്ധിച്ചു. അല്പം ദൂരെ മാറി നിന്ന് അവർ കൂർത്തുമൂർത്ത അമ്പുകൾ അവനു നേരെ എയ്തു. കത്തുന്ന സൂര്യൻ തലയ്ക്ക് മുകളിൽ ജ്വലിച്ചു നിന്നു. ആ ധീരയോദ്ധാവിന്റെ ശരീരത്തിൽ തുളഞ്ഞു കയറിയ അമ്പുകൾ ചുടുരക്തമൊഴുക്കി. അമ്പുകളേറ്റ് മൃതപ്രായനായ സെബാസ്റ്റ്യൻ മരിച്ചെന്ന് കരുതി പടയാളികൾ മടങ്ങി. എന്നാൽ സെബാസ്റ്റ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം മറ്റൊന്നായിരുന്നു. മരണത്തിന് കീഴടങ്ങാൻ മനസ്സില്ലാതിരുന്ന സെബാസ്റ്റ്യൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയും തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ച ഡയോക്ലീഷ്യന്റെ മുന്നിൽ നേരിട്ടെത്തി തന്റെ വിശ്വാസം ഏറ്റുപറയുകയും ചെയ്യുന്നതാണ് പിന്നീട് കണ്ടത്. സെബാസ്റ്റ്യനെ അമ്പെയ്ത് കൊല്ലാൻ വിധിച്ച കൽപ്പന നിറവേറ്റിയതിന്റെ ചാരിതാർത്ഥ്യത്തോടെ പടയാളികൾ മടങ്ങി. ശിക്ഷ നടപ്പാക്കിയ മരത്തിൽ തന്നെ അവനെ ഉപേക്ഷിച്ചാണ് അവർ തിരിച്ചുപോയത്. അടുത്തത് കഴുകന്മാരുടെ ഊഴമാണ്. ആൾപെരുമാറ്റമില്ലാത്ത ആ പ്രദേശത്ത് മൃതദേഹം കൊത്തിത്തിന്നാൻ കഴുകന്മാർ എത്തുന്നത് പതിവാണ്. എന്നാൽ സെബാസ്റ്റ്യന്റെ കാര്യത്തിൽ ദൈവം മറ്റൊന്ന് തീരുമാനിച്ചിരുന്നു. സുവിശേഷത്തെ പ്രതി രക്തസാക്ഷിയാകേണ്ടി വന്ന കാസ്റ്റുലസിന്റെ വിധവ റോമാക്കാരിയായ ഐറിൻ സെബാസ്റ്റ്യനെ വധശിക്ഷയ്ക്ക് വിധിച്ചതറിഞ്ഞിരുന്നു. വിശ്വാസികൾക്കിടയിൽ ഏറെ സ്വാധീനമുണ്ടായിരുന്ന അവൾ വിശ്വസ്തരായ ഏതാനും പേരോടുകൂടെ മൃതദേഹം വീണ്ടെടുത്ത് സംസ്കരിക്കാൻ തീരുമാനിച്ചു. അവർ ആ പ്രദേശത്തെത്തിയപ്പോൾ സെബാസ്റ്റ്യൻ മരിച്ചിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞു. സെബാസ്റ്റ്യന്റെ കെട്ടുകളഴിച്ച് അവർ അവനെ ഐറിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. അമ്പുകൾ നീക്കം ചെയ്ത് മുറിവുകൾ വെച്ചുകെട്ടി യഥാവിധി ശുശ്രൂഷിച്ചു. നാളുകൾ കൊണ്ട് ആരോഗ്യം വീണ്ടെടുക്കാൻ സെബാസ്റ്റ്യന് കഴിഞ്ഞു. ആ സംഭവങ്ങൾ റോമൻ പടയാളികൾ അറിയാതെ വിശ്വാസികൾ രഹസ്യമായി സൂക്ഷിച്ചു. ആരോഗ്യം വീണ്ടെടുത്തതോടെ ഒളിവ് ജീവിതം അവസാനിപ്പിക്കാൻ സെബാസ്റ്റ്യൻ തീരുമാനിച്ചു. പട്ടാളക്കാരനായ സെബാസ്റ്റ്യനെ എല്ലാവരും മറന്നു തുടങ്ങിയിരുന്നു. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയെ നേരിട്ട് കണ്ട് മാനസാന്തരത്തിന്റെ സന്ദേശം നൽകാൻ സെബാസ്റ്റ്യൻ തീരുമാനിച്ചു. ചക്രവർത്തിയുടെ കൊട്ടാരത്തിന്റെ അകവും പുറവും സെബാസ്റ്റ്യന് സുപരിചിതമായിരുന്നു. കൊട്ടാര കാവൽക്കാരിൽ പലരും സെബാസ്റ്റ്യനെ ചക്രവർത്തി ശിക്ഷിച്ചത് അറിഞ്ഞിരുന്നുമില്ല. ചക്രവർത്തി പരിവാരങ്ങളില്ലാതെ കടന്നുപോകാറുള്ള കൊട്ടാരവാതിലിൽ സെബാസ്റ്റ്യൻ നിലയുറപ്പിച്ചു. ഡയോക്ലീഷ്യന് സെബാസ്റ്റ്യനെ പെട്ടെന്ന് ഓർമ്മ വന്നില്ല.
അയാൾ പടയാളികളിൽ ഉയർന്ന പദവിയുള്ള ഒരാളാകാമെന്ന ചിന്തയോടെ ചക്രവർത്തി സെബാസ്റ്റ്യനോട് സംസാരിക്കാൻ തയ്യാറായി. ക്രിസ്തീയ വിശ്വാസികൾക്കെതിരെയുള്ള പീഡനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സെബാസ്റ്റ്യൻ ചക്രവർത്തിയോട് ആവശ്യപ്പെട്ടു. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നാശം പതിയിരിക്കുന്നുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി. സെബാസ്റ്റ്യന്റെ വാക്കുകൾ കേട്ട ചക്രവർത്തി ആദ്യമൊന്ന് പരിഭ്രമിച്ചെങ്കിലും കൊട്ടാരം കാവൽക്കാരെ വിളിച്ചു വരുത്തി സെബാസ്റ്റ്യനെ തടവിലാക്കാൻ ആവശ്യപ്പെട്ടു. വിചാരണയും വിധിയും വൈകിച്ചില്ല. സെബാസ്റ്റ്യനെ കൊന്നുകളയാനായിരുന്നു ഉത്തരവ്. ഇത്തവണ കൂടുതൽ പടയാളികളെ നിയോഗിച്ച് ശിക്ഷ നടപ്പാക്കി. മറ്റ് ക്രിസ്തീയ വിശ്വാസികളെ ഭയപ്പെടുത്തി വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് മൃതദേഹം പരസ്യമായി ഒരു കനാലിലേക്ക് വലിച്ചെറിഞ്ഞു. സെബാസ്റ്റ്യൻ വധിക്കപ്പെട്ടതിന് പിന്നാലെ ലൂസിന എന്നു പേരുള്ള ഭക്തിയായ ഒരു സ്ത്രീക്ക് ഒരു ദർശനം ലഭിച്ചു. അതുപ്രകാരം അവൾ കനാലിൽ നിന്നും മൃതദേഹം നീക്കം ചെയ്തു. പാരമ്പര്യമായി ക്രിസ്തീയ വിശ്വാസികൾ കാത്തുസൂക്ഷിച്ചിരുന്ന കല്ലറകൾ അടങ്ങിയ ഒരു സെമിത്തേരി റോമിലുണ്ടായിരുന്നു. അവൾ സെബാസ്റ്റ്യന്റെ മൃതദേഹം അവിടെയുള്ള ഒരു കല്ലറയിൽ അടക്കം ചെയ്തു. സ്വന്തം ജീവനേക്കാൾ വലുതായി വിശ്വാസത്തെ വിലമതിച്ച ധീര രക്തസാക്ഷികളിൽ ഒരാളാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അദ്ദേഹത്തിന്റെയും സമകാലികരായ മറ്റനേകം വിശ്വാസികളുടെയും ജീവത്യാഗമാണ് റോമൻ ചക്രവർത്തിമാരെയും റോമൻ ജനതയെയും മാനസാന്തരത്തിലേക്ക് നയിച്ചത്. AD 288 സെബസ്ത്യാനോസിന്റെ രക്തസാക്ഷിത്വം സംഭവിച്ചതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നീട് ഏതാനും വർഷങ്ങൾ മാത്രമേ ക്രിസ്തീയ വിശ്വാസത്തിന് എതിർപ്പുകൾ നേരിടേണ്ടി വന്നുള്ളൂ. ഡയോക്ലീഷ്യന്റെ പിൻഗാമിയായി കോൺസ്റ്റാന്റിയൻ ഒന്നാമൻ ചക്രവർത്തി പദത്തിലെത്തിയതോടെ ക്രിസ്തീയ വിശ്വാസം റോമിൽ അംഗീകരിക്കപ്പെട്ടു. അപ്പോഴേക്കും സെബാസ്റ്റ്യനെ പിന്തുടർന്ന് നിരവധി പട്ടാളക്കാരും പ്രഭുക്കന്മാരും ക്രിസ്തീയ വിശ്വാസം ഏറ്റുപറഞ്ഞ് രംഗത്തെത്തി. AD 295 ടെബസയിലെ മാക്സിമിലിയൻ വിശ്വാസം തുറന്നു പറഞ്ഞ് സൈനിക സേവനം അവസാനിപ്പിച്ചു. AD 298 മാർസെല്ലസും തന്റെ സൈനിക പദവി ഉപേക്ഷിച്ചു. റോമൻ ഭരണകൂടം ഇരുവരെയും രാജ്യദ്രോഹ കുറ്റത്തിന് വധിച്ചു. ഈ സംഭവത്തോടെ പ്രിട്ടോറിയൻ ഗാർഡുകളിലെ നിരവധി സൈനികർ സേവനമുപേക്ഷിച്ച് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. ഇത് റോമൻ ഭരണാധികാരികളെ അസ്വസ്ഥരാക്കി. എതിർപ്പുകളും പീഡനങ്ങളും എത്രത്തോളം വർദ്ധിച്ചുവോ അതിലധികം ആളുകൾ ക്രിസ്തീയ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിച്ച് രംഗത്തുവന്നു. മരണത്തിനു മുന്നിൽ രക്തസാക്ഷികൾ കാട്ടിയ ധീരത റോമൻ ചക്രവർത്തിമാരുടെ മാനസാന്തരത്തിന് വഴിതെളിച്ചു. അങ്ങനെ 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മതാന്ധതയുടെ ഇരുണ്ട കാലത്ത് നിന്ന് റോമൻ സാമ്രാജ്യം ക്രിസ്തുവിന്റെ ദിവ്യപ്രകാശത്തിലേക്ക് മിഴിതുറന്നു. 4-ാം നൂറ്റാണ്ടിൽ തന്നെ സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥതയും അതുവഴിയുള്ള അത്ഭുതങ്ങളും ക്രൈസ്തവർക്കിടയിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടു. മിലാൻ ആർച്ച് ബിഷപ്പായിരുന്ന ആംബ്രോസ് ആണ് സെബസ്ത്യാനോസിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള ആദ്യ വിവരണങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട റോമൻ ഗവർണർമാരിൽ ഒരാളായിരുന്നു ആംബ്രോസ്. ക്രിസ്തീയ വിശ്വാസം മുറുകെ പിടിച്ചിരുന്ന ആംബ്രോസിയസ് പിന്നീട് മിലാനിലെ ആർച്ച് ബിഷപ്പായി നിയമിക്കപ്പെട്ടു. സെബസ്ത്യാനോസിന്റെ രക്തസാക്ഷിത്വത്തിന്റെ വിശദാംശങ്ങൾ ആംബ്രോസ് ആണ് ആദ്യമായി വെളിപ്പെടുത്തുന്നത്. സന്യസ്തരുടെ ഇടയിലെ ധീരനായ യോദ്ധാവെന്നാണ് ആംബ്രോസ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. AD 367 ദമാസസ് ഒന്നാമൻ പാപ്പ സെബസ്ത്യാനോസിന്റെ ശരീരാവശിഷ്ടങ്ങൾ വീണ്ടെടുത്ത് റോമിൽ വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും ശവകുടീരങ്ങൾക്ക് അടുത്ത് സ്ഥാപിച്ചതു മുതൽ സെബസ്ത്യാനോസിന്റെ വിശുദ്ധ ജീവിതം വിശ്വാസികളെ ആകർഷിച്ചിരുന്നു. ആർച്ച് ബിഷപ്പ് ആംബ്രോസ് പകർച്ചവ്യാധികൾക്കെതിരെ സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥത തേടി പ്രാർത്ഥിക്കാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിച്ചു. പകർച്ചവ്യാധികൾ വരുമ്പോൾ വിശ്വാസി സമൂഹം കൂട്ടമായി സെബസ്ത്യാനോസിൽ അഭയം തേടുന്നത് പതിവായി. അക്കാലത്തെ അത്ലറ്റുകളും വിശുദ്ധന്റെ സന്നിധി തേടിയെത്തിയതോടെ അത്ലറ്റുകളുടെ മധ്യസ്ഥൻ എന്ന നിലയിലും സെബസ്ത്യാനോസ് അറിയപ്പെട്ടു തുടങ്ങി. AD 680 ഒരു മഹാമാരി റോമിനെ പിടികൂടി. ആയിരക്കണക്കിന് ആളുകൾ പകർച്ചവ്യാധിക്കിരയായി. ക്രിസ്ത്യാനികൾ നിമിത്തമാണ് രാജ്യത്ത് മഹാമാരി ഗ്രസിച്ചതെന്ന് പ്രചരിക്കപ്പെട്ടു. വിശ്വാസി സമൂഹമാകെ ദൈവസന്നിധിയിൽ നിലവിളിച്ച നാളുകൾ. അന്നത്തെ പാപ്പായുടെ നിർദ്ദേശമനുസരിച്ച് അമ്പുകളാൽ തറയ്ക്കപ്പെട്ട വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപം എഴുന്നള്ളിച്ച് റോമിലൂടെ വിശ്വാസികൾ പ്രദക്ഷിണം ചെയ്തു. വിശുദ്ധന്റെ രൂപം കടന്നുപോയ ഇടങ്ങളെല്ലാം അതിവേഗം പകർച്ചവ്യാധിയിൽ നിന്ന് മുക്തമായി. ഈ സംഭവത്തോടെ വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള മധ്യസ്ഥത പരക്കെ പ്രചരിക്കപ്പെട്ടു. മരത്തിൽ ബന്ധിതനായി ശരീരം നിറയെ അമ്പുകളാൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്ന സെബസ്ത്യാനോസിന്റെ ചിത്രം
ലോകമെങ്ങുമുള്ള ക്രിസ്തീയ വിശ്വാസികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ ആകർഷിച്ചിട്ടുള്ളതുപോലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ വ്യക്തിത്വം ലോകമെങ്ങുമുള്ള കലാകാരന്മാരുടെയും എക്കാലത്തെയും ഇഷ്ടവിഷയമാണ്. AD 527 565 ഇടയിൽ ഇറ്റലിയിലെ സാന്റ് അപ്പോളിനാരെ ബസിലിക്കയിൽ ചിത്രീകരിച്ച ഒരു മൊസൈക് ശില്പമാണ് സെബസ്ത്യാനോസിനെ കുറിച്ചുള്ള ആദ്യത്തെ ചിത്രം എന്ന് കരുതപ്പെടുന്നു. AD 682 വരച്ചതെന്ന് കരുതുന്ന മറ്റൊരു ചിത്രം റോമിലെ ചർച്ച് ഓഫ് സാൻ പിയട്രോയിലുണ്ട്. ഇതിൽ വിചാരണയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളായാണ് വിശുദ്ധനെ ചിത്രീകരിച്ചിരിക്കുന്നത്. പ്ലേഗ് ബാധിതരുടെ സംരക്ഷകൻ എന്ന നിലയിൽ ഗോത്തിക് കാലഘട്ടത്തിലെ കലാകാരന്മാർ ഏറ്റവും കൂടുതൽ ചിത്രീകരിച്ച വിശുദ്ധൻ സെയിന്റ് സെബാസ്റ്റ്യനാണ്. കൂടുതൽ പേരും വിഷയമാക്കിയത് മരത്തിൽ കെട്ടിയിടപ്പെട്ട നിലയിൽ അമ്പേറ്റ് കിടക്കുന്ന വിശുദ്ധനെയാണ്. ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ ജിയോവന്നി ആന്റോണിയോ ബസി 1525 വരച്ച അത്തരമൊന്നാണ് ഇന്ന് ലോകത്തേറ്റവും പ്രചാരത്തിലുള്ള വിശുദ്ധന്റെ ചിത്രത്തിന്റെ വിവിധ പകർപ്പുകൾ. അമ്പുകളാൽ മുറിവേറ്റ് കിടക്കുമ്പോഴും പ്രസന്നത നിറഞ്ഞ സുന്ദരനായ യുവാവാണ് ഇന്നും ചിത്രകാരന്മാരുടെയും ശില്പികളുടെയും മനസ്സിലെ വിശുദ്ധ സെബാസ്റ്റ്യൻ. ഈ ഭൂമിയിലെ ജീവിതത്തെക്കാൾ വലുതായി വിശ്വാസത്തെ കണ്ട ധീര രക്തസാക്ഷികളിൽ ഒരാളാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. മുറിവുകളേറ്റ് സ്വജീവൻ അർപ്പിച്ച് ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിച്ച വിശുദ്ധൻ. ജീവനേക്കാൾ വലുതാണോ വിശ്വാസം എന്ന ആദ്യ പരീക്ഷയിൽ സെബസ്ത്യാനോസിന് വിജയിക്കാൻ കഴിഞ്ഞതിന്റെ പ്രത്യക്ഷ അടയാളങ്ങളാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ അമ്പടയാള മുറിവുകൾ. രോഗപീഠകളിൽ നിന്നുള്ള ആശ്വാസം മാത്രമല്ല, ധീരനായിരിക്കാനുള്ള പ്രചോദനം കൂടി ഓരോ വിശ്വാസിക്കും സെബസ്ത്യാനോസ് പകരുന്നുണ്ട്. വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോഴും അത് മറച്ചുവെക്കാൻ നിർബന്ധിക്കപ്പെടുമ്പോഴും വിശുദ്ധന്റെ ചിത്രം മനസ്സിലോർത്താൽ മതി നാം വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കാൻ. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ വിശ്വാസ തീഷ്ണത നമ്മിൽ നിറയട്ടെ. അന്നീനാളിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.